നമസ്കാരം. നമുക്കിന്ന് പത്തനംതിട്ട ജില്ലയിലെ ഒരു വളരെ മനോഹരമായ ഒരു ദേവഭൂമി ഒന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എവിടെയാണെന്നൊക്കെയുള്ള നമ്മുടെ വീഡിയോയുടെ മധ്യഭാഗത്തായിട്ട് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങളെ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഓരോ ഭാഗത്തേക്ക് പോകുന്ന സൈൻ ബോർഡുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഒരു പത്തനംതിട്ട ജില്ലയിലൊരു വളരെ മനോഹരമായ ഒരു കുഗ്രാമം. ആ ഗ്രാമത്തിൽ നമുക്ക് നല്ല നാടൻ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വിൽക്കുന്ന കടയിൽ ഞങ്ങളെത്തി. അപ്പോൾ അദ്ദേഹത്തോട് ഈ സ്ഥലത്തെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവിടത്തേക്ക് നടന്നു പോകാനുള്ള വഴിയും പിന്നെ വാഹനത്തിൽ പോകാനുള്ള വഴിയും എല്ലാം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ വളരെ ക്ഷീണിതരായിരുന്നു. അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ കയറി നല്ല നാരങ്ങ വെള്ളം ആ ചേച്ചി തന്നു. അവിടെ നല്ല നാടൻ പരിപ്പ് വട. നമുക്കിപ്പോൾ മറ്റ് പലഹാരങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കിട്ടും, പക്ഷേ പരിപ്പ് വടയുടെ കൂട്ടെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് അറിയാവുന്നവരുണ്ടാക്കിയാൽ മാത്രമേ അതിൻ്റെ രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അതുമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ ദൂരം നടന്നു കയറാൻ ശ്രമിച്ചു. 900 മീറ്ററോളം ഉണ്ട് നമ്മൾ നടന്നു കയറണമെങ്കിൽ ആ പർവ്വതത്തിൻ്റെ മുകളിലെത്താൻ. ഞങ്ങൾ പിന്നെ നടന്നു കയറാനുള്ള ഉദ്യമം ഞങ്ങൾ ഉപേക്ഷിച്ച് അവിടുന്ന് വേറെ ചുറ്റിക്കറങ്ങി കുറച്ച് മറ്റൊരു സ്ഥലത്തെത്തി. അതുവഴി ഞങ്ങൾ വാഹനത്തിൽ വരികയാണ്. അപ്പം കുറച്ച് ഭാഗമൊക്കെ അവിടെ കോൺക്രീറ്റ് വഴികളായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചകളാണ്. ആകാശവും ഭൂമിയും ഒത്തുചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ. ഇത് കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടും, ഇങ്ങനെ ഒരു സ്ഥലം പത്തനംതിട്ട ജില്ലയിലുണ്ടോ എന്ന്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേരളം വിട്ടും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം ദൂരമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെ വൈകുന്നേരം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോടയാണ്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇതൊന്നുമല്ല, നിങ്ങൾ മുന്നോട്ട് കാണുമ്പോൾ ആകാശവും ഭൂമിയോട് ഒത്തുചേർന്ന് കിടക്കുന്ന മനോഹരമായ കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രമാത്രം കിലോമീറ്റർ കണക്കിന് ദൂരമാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ദൂരങ്ങൾ കാണാം. ഈ പുണ്യഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മുരുകൻ ബാലസുബ്രഹ്മണ്യൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഗണപതി ക്ഷേത്രമുണ്ട്. പിന്നെ മറ്റു കൊച്ചു ക്ഷേത്രങ്ങൾ, ഉപദൈവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നത് ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയുണ്ടാക്കിയ ഭയങ്കര ചെങ്കുത്തായ പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു പടിയുണ്ട്. ആ പടിയിലൂടെയാണ് നമ്മൾ നടന്നു വരുന്നവർ കയറി വരുന്നത്. അപ്പം മഴ പെയ്ത് തെന്നി കിടക്കുന്ന സമയത്ത് നമ്മൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ആ പടിയുടെ ഇരുവശങ്ങളിൽ ഇപ്പം പൈപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത്, അമ്പലത്തെപ്പറ്റി പറയുന്നത്, പിന്നെ കൈലാസത്തിലേക്ക് ബാലസുബ്രഹ്മണ്യൻ അച്ഛനെയും അമ്മയും ദർശിക്കുന്നതിനായിട്ട് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിഞ്ഞ് അദ്ദേഹം ഇവിടെ വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത്. അവർ പറയുന്നത് ഇവിടെ ആൾക്കാർ ഒരിക്കൽ വന്നിരുന്ന സമയങ്ങളിൽ ഇവിടെ ഒരു ബാലനെ കാണുകയും അതെങ്ങനെ ഇവിടെ വന്നു എന്നറിയാൻ വേണ്ടി ബാലൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ബാലൻ അപ്രത്യക്ഷമായെന്നുമാണ് ഇവിടുത്തുകാർ പറയുന്നത്. അങ്ങനെയാണ് ദേവപ്രസന്നത്തിൽ തെളിഞ്ഞത് ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും ഭഗവാൻ ഇവിടെ ഇരിപ്പിടം ഒരുക്കണമെന്നും ഉള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രധാന ദേവൻ ബാലസുബ്രഹ്മണ്യനാണ്. അതിനോടനുബന്ധിച്ചുള്ള മറ്റു ഉപദൈവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു പുണ്യഭൂമിയിലെത്തിയ പ്രതീതിയാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സസ്യജാലങ്ങൾ, ചെടികൾ, അതിലുണ്ടായിട്ടിരിക്കുന്ന പൂക്കൾ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ചെടി ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ച ഒരു ചുമന്ന സസ്യം. അതുപോലെ ഈ കാണുന്ന ഈ ക്വാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന മലയിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ക്വാറിയാണ് കണ്ടത്. അതിലും കൂടുതൽ ദൂരമുണ്ടെങ്കിലേ ഉള്ളൂ. ഇതാണ് പുരാതനമായി പണ്ട് കാലത്ത് ആരോ കൊത്തി ഉണ്ടാക്കിയ ഈ പടികൾക്കുള്ള ചരിത്രമൊന്നും ആർക്കും അറിയത്തില്ല, ആര് കൊത്തി ഉണ്ടാക്കിയതാണെന്നും. പക്ഷേ പണ്ട് നടന്നു കയറാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കും വർദ്ധിച്ചപ്പോഴാണ് പടി കയറി വരാൻ പറ്റാത്തവർക്കായിട്ട് മറ്റുള്ള വഴി കണ്ടുപിടിച്ചതും അത് വെട്ടി വൃത്തിയാക്കിയതും. ഇപ്പോൾ നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തുന്നവരാണെങ്കിൽ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തണം. കാരണം 10:30 ആകുമ്പോഴത്തേക്കിന് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളൊക്കെ കഴിയുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ വന്നപ്പോൾ തൊഴാൻ പറ്റിയില്ല, ക്ഷേത്രമൊക്കെ അടച്ചിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ ഏറ്റവും കൂടുതൽ പുലി ഇറങ്ങുന്ന സ്ഥലമാണ് ഈ ഏരിയകളൊക്കെ.
ഇവിടെയൊക്കെ നമ്മൾ കോന്നിയിലൊക്കെ പുലി ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരുന്നത് കുളത്തുമൺ, അതിരങ്കൽ ഈ ഭാഗങ്ങളാണ്. ആ റേഞ്ചിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലവും എല്ലാം. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഭാഗത്ത് വന്യജീവികൾ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കും രണ്ടുപേരുമായിട്ടൊന്നും ആരും വരാൻ ശ്രമിക്കരുത്. പിന്നെ രാവിലെ ക്ഷേത്ര ദർശനത്തിന് എത്തുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഭക്തരുണ്ടാവും. അന്നേരം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. വൈകുന്നേരത്ത് വരാം. ദീപാരാധനയൊക്കെ തൊഴുത് എല്ലാവർക്കും കൂടെ ഒപ്പം തൊഴുത് തിരിച്ചിറങ്ങാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കസിൻസ് 2 പേരുണ്ടായിരുന്നു. എൻ്റെ മൂത്ത സഹോദരിയുടെ മക്കൾ 2 പേരുണ്ടായിരുന്നു. അവരും ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ വഴിയെപ്പറ്റി ഒന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഭഗവാന് പ്രാർത്ഥിച്ച് ഓരോ കാര്യസിദ്ധി നേടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ഭഗവാനോടുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും സ്ഥാപിച്ചതാണ്. ആ കാണുന്നതൊക്കെ പ്രതിഷ്ഠകളാണ്. നാഗദൈവങ്ങളും പിന്നെ ശിവലിംഗങ്ങളും ഒക്കെ ഇവിടെ ഓരോരുത്തർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്, ഈ സ്ഥലത്തുണ്ട്. ഇവിടെ കാണുന്നത് ഞാൻ പറഞ്ഞതേ ഇതാണ്, ഈ ചുവന്ന പുഷ്പമാണ്. ഇത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതാദ്യമായിട്ടാണ് ഈ കാണുന്ന ചുവന്ന പുഷ്പം കാണുന്നത്. അതെനിക്ക് തോന്നുന്നത് പാറയുടെ പുറത്ത് മാത്രമേ അത് കിളിർക്കത്തുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു വളരെ മനോഹരമായ ഒരു പുണ്യഭൂമിയാണ്. നിങ്ങൾക്കിവിടെ വന്നത് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കാത്ത അതിമനോഹരമായ കാഴ്ച നമ്മൾക്കിവിടെ കാണാം. ആകാശവും ഭൂമിയും ഒത്തുചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ കാഴ്ച. അതായത് ഇവിടെ എനിക്ക് നിങ്ങളെ പകർത്തി കാണിക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ മുന്നിൽ കൂടാണ് ഒരു വലിയൊരു വെരുക് ഇങ്ങോട്ട് ഓടിപ്പോകുന്നു. ഓടി വന്ന് ഇതിനകത്ത് കയറി. ഇതിനകത്തൊരു നല്ല വലിയൊരു പൊത്താണെന്ന് തോന്നുന്നു. ആ പൊത്തിലേക്ക് അത് ഓടി കയറിയത്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കിന് അത് ഉള്ളിൽ കയറിപ്പോയി. എൻ്റെ മുന്നിൽ കൂടാണ് അത് ഓടിപ്പോയത്. പക്ഷേ വളരെ സ്പീഡായിരുന്നു. എനിക്കതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ കാണുന്ന പുല്ലിനകത്തൊക്കെ ഓരോ ജീവജാലങ്ങളുണ്ട്. ഇതെല്ലാം അവിടുത്തെ ഓരോ പ്രത്യേകതയാണ്. നമ്മളിവിടെ വരണം. ഏതാണ്ട് 10-25 ഏക്കറിൽ കൂടുതലായിട്ട് പരന്ന് കിടക്കുന്ന ഒറ്റ പാറ. ഈ പാറയുടെ പേരാണ് പരപ്പം പാറ. പത്തനംതിട്ട ജില്ലയിലെ അതിരിങ്കൽ വന്ന് കുളത്തുമണ്ണിൽ അന്വേഷിച്ചാൽ ഈ പാറയെപ്പറ്റി നിങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.